അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് ക്ലാസ് 1185. ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. عن أبي موسى رضي الله عنه عن النبي صلى الله عليه وسلم قال. അബൂ മൂസ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് ഉദ്ധരിക്കുന്നു. അവിടുന്ന് പറഞ്ഞു, മസലുൽ ബൈത്തിൽ ലദീ യുദ്കറുല്ലാഹു ഫീഹി, അല്ലാഹുവിന് ദിക്ർ ചൊല്ലപ്പെടുന്ന, അള്ളാഹുവിനെ സ്മരിക്കുന്ന, ഖുർആനും സ്വലാത്തും ഒക്കെ ചൊല്ലുന്ന വീടിന്റെ ഉപമ, വൽ ബൈത്തിൽ ലദീ ലാ യുദ്കറുല്ലാഹു ഫീഹി, ദിക്റോ ഖുർആനോ മറ്റു സൽക്കർമ്മങ്ങളൊന്നും നടക്കാത്ത വീടിന്റെ ഉപമ, ഉദാഹരണം, മസലുൽ ഹയ്യി വൽ മയ്യിത്ത്, ജീവനുള്ളവരെ പോലെയും ശവത്തെ പോലെയുമാണ്. അപ്പൊ വീടുകൾ ഖുർആനോത്തുകൊണ്ടും ദിക്റുകൊണ്ടും സ്വലാത്തുകൊണ്ടും മൗലിദ് കൊണ്ടും ഇത്തരം നല്ല നന്മകളെ കൊണ്ട് ധന്യമാകുന്ന വീടുകൾ ആ വീട്ടിൽ ഒരു ജീവനുള്ളവരെ, ഒരു മനുഷ്യനെ പോലെയാണ്. അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഈമാനികമായ പ്രകാശമുണ്ടാകുന്നത് പോലെ വീടുകളിൽ ഇത്തരം നന്മകൾ നടക്കുന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ വലിയ ബറക്കത്തുണ്ടാവും, വലിയ സന്തോഷമുണ്ടാവും. ആ വീട്ടുകാരെ ജനങ്ങൾ സ്നേഹിക്കും. ആ വീട്ടിലെപ്പോഴും സമാധാനമുണ്ടാകും. അതേസമയം ഇത്തരം ദിക്റുകളോ ഖുർആനോ ഒന്നും നടക്കാതെ അത്തരം വീടുകളിൽ എപ്പോഴും പ്രശ്നങ്ങളായിരിക്കും, കലഹങ്ങളായിരിക്കും. അവിടെ മനസ്സമാധാനം ഉണ്ടാവില്ല. അതൊരു ശവത്തെ പോലെയാണെന്നാ പറഞ്ഞ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമിച്ചത് ശവത്തോടാണ് ഉപമിച്ചത്. അപ്പൊ നമ്മുടെ വീടുകൾ റാഹത്തും സന്തോഷവും സമാധാനവും ഉണ്ടാവണമെങ്കിൽ, വീട്ടിൽ ഖൈറും ബറക്കത്തും ഉണ്ടാവണമെങ്കിൽ ആ വീടുകളിൽ ഖുർആൻ പാരായണം നടക്കണം. അതുപോലെ ദിക്റുകളും സ്വലാത്തുകളും നടക്കണം, മൗലിദുകൾ നടക്കണം. ഇത്തരം നല്ല സൽക്കർമ്മങ്ങൾ നമ്മുടെ വീടുകൾ നടക്കുമ്പോഴേ ആ വീട്ടിൽ താമസിക്കാൻ സന്തോഷം ഉണ്ടാവുകയുള്ളൂ, ആ വീട്ടിൽ സമാധാനം ഉണ്ടാവുകയുള്ളൂ. അതൊരു ജീവനുള്ള വീടാണ്. ജീവനുള്ള മനുഷ്യനെ പോലെ ജീവനുള്ള വീടാവണമെങ്കിൽ ആ വീടുകളിൽ ധാരാളം ഖുർആനോത്തും ദിക്റും സ്വലാത്തും, അതുപോലെ സ്ത്രീകൾ വീടിന്റെ ഉള്ളിൽ വെച്ച് നിസ്കരിക്കണം, പുരുഷന്മാർ പള്ളിയിൽ പോകണം. ഇങ്ങനെ വീടുകളിൽ ഇബാദത്തുകൾ നടക്കുമ്പോഴാണ് ആ വീട്ടിൽ സമാധാനവും സന്തോഷവും ഉണ്ടാവുക. അല്ലാഹു തആല നമ്മുടെ വീടുകൾ നല്ല ഹയാത്തുള്ള, ബറക്കത്തുള്ള, സന്തോഷമുള്ള വീടുകളാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.